ഇനി വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയുടെ കഥയാണ്. രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ച് പരിചയമുള്ള ഒരാളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ കളത്തിലിറങ്ങിയിരിക്കുന്നു. ഫിഫ അംഗീകാരം നേടിയ റഫറി സന്തോഷാണ് ഈ തവണ സ്ഥാനാർത്ഥി. കോട്ടയം നഗരസഭയിലെ 11ാം വാർഡിൽ. ഇത്തവണ കളി കാര്യമായിട്ടാണ്. മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതാണ് പതിവെങ്കിലും ഇക്കുറി കളത്തിലിറങ്ങി കളിക്കാനാണ് KB സന്തോഷ് കുമാറിന്റെ തീരുമാനം. BJP സ്ഥാനാർത്ഥിയായിട്ടാണ് സന്തോഷ് കുമാർ മത്സരിക്കുന്നത്. കായിക മേഖലയോടുള്ള അവഗണന തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ സന്തോഷ് കുമാറിനെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ കളിച്ചു വളർന്ന ഗ്രൗണ്ട് SH സ്കൂൾ ഗ്രൗണ്ട് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ പ്രൊജക്ട് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്നാ പറയുക MLA MP ഒക്കെ വിചാരിച്ചാൽ നടക്കും. കാരണം ഇതൊരു 100 വർഷം പൂർത്തിയാക്കിയ ഒരു സ്കൂളാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ട് ഒന്ന് നന്നാക്കുന്ന കാര്യം ഇവിടുത്തെ MPയോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. പക്ഷേ ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം കായിക മേഖലയ്ക്ക്. കായിക മേഖല മാത്രമല്ല, മൊത്തത്തോടെ ഈ ഞങ്ങളുടെ 12ാം വാർഡായിരുന്നു പഴയ. ആ വാർഡ് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. ഒരു 5 വർഷം കൗൺസിലർ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം ആൾക്കാരിൽ നിന്ന് വന്നു, ഇതിന് മൊത്തത്തോടെ നമ്മുടെ വാർഡിനൊരു മാറ്റം വേണം. അപ്പം അങ്ങനെയാണ് സന്തോഷം നിൽക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ സഹകരിക്കാം എന്നുള്ളൊരു അങ്ങനെയാണ് ഞാൻ ഇലക്ഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന കാലത്താണ് ഫിഫയുടെ അംഗീകാരം സന്തോഷിനെ തേടിയെത്തിയത്. പിന്നാലെ അന്താരാഷ്ട്ര മത്സരങ്ങളും ISLും എല്ലാം നിയന്ത്രിക്കാൻ സന്തോഷ് കുമാറിന് അവസരം ലഭിച്ചു. ഇത്രയും നാൾ റഫറിങ് ചെയ്തു. 45 വയസ്സ് വരെയായിരുന്നു പ്രായപരിധി. 2020-21 സീസണിൽ ലാസ്റ്റ് ISL മാച്ചോടുകൂടി അത് കഴിഞ്ഞു. ഞാൻ 2011 മുതൽ 2018 വരെ ഇന്റർനാഷണൽ മത്സരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ മേജർ മത്സരങ്ങളും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റഫറിക്കുള്ള അവാർഡ് കിട്ടിയ ഒരേ ഒരു മലയാളിയാണ്. ഇന്ത്യയിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ റഫറിയാണ്. കേരള ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ 3ാമത്തെ ഫിഫ റഫറിയാണ്. കായിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രചാരണം യുവാക്കളുടെ അടക്കം പിന്തുണ ലഭിക്കാൻ ഉപകരിക്കുമെന്നാണ് സന്തോഷ് കുമാർ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പിലും ജയവും തോൽവിയും ഒന്നുമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയാണ് സന്തോഷ് കുമാർ മാറ്റുരയ്ക്കുന്നത്. എന്തായാലും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന ആവശ്യം തന്നെയാണ് സന്തോഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മണിമലയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.